ശ്രീല മാം നമസ്കാരം. നമസ്തേ. ഈ പല ഇരകളും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുണ്ട്. അതിൽ മുകേഷിനെ എതിരെ ലൈംഗിക പീഡന പരാതിയുമായി വന്ന ഒരു ഇര നിരന്തരം പലർക്കെതിരെയും പരാതികൾ അല്ലെങ്കിൽ പരാതികളല്ല വിമർശനങ്ങളും ആരോപണങ്ങളുമായി വരുന്നുണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിക്കെതിരെ പറയുന്നു, ബാലചന്ദ്ര മേനോനെതിരെ പറയുന്നു, കലാഭവൻ മണിക്കെതിരെ പറയുന്നു, ജാഫർ ഇടുക്കിക്കെതിരെ പറയുന്നു, ലെനയ്ക്കെതിരെ പറയുന്നു. ഇതിനൊന്നും തെളിവുകളില്ല, വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ അതിൽ കേസ് കൊടുക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം ഇരങ്ങൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഒരു അവരുടെ ഒരു യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, ഈ ഇര ആദ്യം മുതൽ തന്നെ ഒരു ബലാത്സംഗ കേസിൽ ഇരയാക്കപ്പെട്ടു, കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അവർ മുഖം കാണിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാണിക്കില്ല. പക്ഷെ അവരെന്താണ് ചെയ്തത്? അവർ ആദ്യം മുതൽ തന്നെ മുഖം കാണിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ താൻ ആരാണ് എന്ന് നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാനാണോ എന്ന ഒരു തോന്നൽ ആദ്യം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഇവർ ആദ്യം വന്ന് മുകേഷിനെതിരെയും അങ്ങനെ കുറെ ഒരു നീണ്ട ലിസ്റ്റ് ഇവർ പറയും. ഈ ലിസ്റ്റ് മാധ്യമങ്ങളിലൂടെ അവർ വെളിപ്പെടുത്തുന്നു. അതിന് പിന്നാലെ അവർ അന്വേഷണ സംഘത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അന്വേഷണ സംഘം വളരെ വ്യക്തമായും കൃത്യമായും ഇവരുടെ വീട്ടിലെത്തി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നു. അപ്പോഴൊന്നും പറയാത്ത ആരോപണങ്ങൾ അതിനുശേഷം ഇവർ വരുന്നത് റിപ്പോർട്ടർ ചാനലിലേക്കാണ്. അപ്പോ കോടതിയിലേക്ക് കേസുമായി പോയ സാഹചര്യം ഉണ്ടായി. മുകേഷ് ഈ കേസുമായി ബന്ധപ്പെട്ട മുകേഷ് ചില തെളിവുകൾ, മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി വന്ന സമയത്ത് ചില തെളിവുകൾ നൽകി. മുകേഷ് ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷിനോട് സംസാരിക്കുമ്പോൾ മുകേഷ് ആദ്യം തന്നെ ഈ ഇര തന്നോട് പണം ചോദിച്ചിരുന്നു എന്നും ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നും പറഞ്ഞിരുന്നു. അന്ന് അവർ മാധ്യമങ്ങളിലൂടെ വന്ന് എന്താണ് പറഞ്ഞത്? ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ഒരാളാണ്, എനിക്ക് അങ്ങനെ ഇവരോടൊന്നും പണം ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ഒരാളല്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷം കോടതിയിലേക്ക് കൃത്യമായ തെളിവുകളുമായി മുകേഷ് വന്നതോടുകൂടി, ആ തെളിവുകൾ കോടതിയിൽ എത്തിയതോടുകൂടി ഇവർ ഉടനെ തന്നെ കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഇവർ പറഞ്ഞു ഇവർ സെറ്റിൽഡ് ആണ്, ഞാൻ എന്റെ ഭർത്താവ് ന്യൂസിലൻഡിലാണെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് അവർ പറഞ്ഞു അവർ സിംഗിൾ മദറാണ്, ചില സമയങ്ങളിൽ തന്റെ കുട്ടികൾക്ക് പണത്തിന് ആവശ്യം വന്നപ്പോൾ പണം ചോദിച്ചിട്ടുണ്ട്, ഇത്രയധികം ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഒരു 25,000 രൂപ തന്നില്ല, അത്രയ്ക്ക് ദുഷ്ടനല്ലേ. അതിനുശേഷം ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് 1,00,000 രൂപ വീണ്ടും ചോദിച്ചു, അത് തന്റെ സഹോദരനോ ആരോ ആണ് ചോദിച്ചതെന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചില ചുംബനത്തിന്റെ സ്മൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി ഇതൊരു കൃത്യമായ രീതിയിൽ ഒരു ഇരയാക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ തീർച്ചയായും പിന്നീട് ഒരു ബന്ധവും ഈ പുരുഷനോട് വെക്കാനുള്ള സാധ്യതയില്ല. ഇവർ പറയുന്നത് പോലെ അത്രയ്ക്കും ഡ്രമാറ്റിക്കും അത്രയ്ക്കേറെ പ്രശ്നങ്ങളും ട്രോമയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ആ ഇരയെ കാണുന്നത് പോലുമോ അല്ലെങ്കിൽ ആ ഇരയുടെ ശബ്ദം കേൾക്കുന്നത് പോലുമോ നമുക്ക് പ്രശ്നമായിരിക്കും. ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, നമ്മൾ ചില ശത്രുക്കളായി പോകുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാകാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ അത്തരക്കാരെ നമുക്ക് കാണുന്നതോ അവരുടെ ശബ്ദം കേൾക്കുന്നതോ പോലും നമുക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യർ അങ്ങനെയല്ലേ, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇത് അയാളുമായി നിരന്തര സമ്പർക്കം പുലർത്തിയ ശേഷം ഒരു ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റുമായി ഇറങ്ങുന്നു. ആ ലിസ്റ്റിൽ കുറെ പേരുടെ പേര് പറയുന്നു, അവർക്കെതിരെ പരാതിയുമായി പോകുന്നു, പരാതി കൃത്യമായി മൊഴിയെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മൊഴിയെടുത്ത അന്വേഷണ സംഘത്തോട് ഇവർ ഇപ്പൊ പറയുന്ന ഈ ആരോപണങ്ങളൊന്നും അന്ന് അവർ ഉന്നയിക്കാതിരുന്നത്? അതിനുശേഷം അവർ ഈ റിപ്പോർട്ടർ ചാനലിലാണ് അവസാനം ഇവർ വന്നത്. അരുൺ കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് കൃത്യമായി ഈ വാദഗതികൾ പൊളിച്ചു എന്ന് ബോധ്യമായപ്പോ മെയിൻ സ്ട്രീമുകാരെല്ലാം ഇവരെ തഴയുന്ന ഒരു സ്ഥിതി എത്തി. പിന്നീട് അവർ അവതരിച്ചത് ചില ഓൺലൈൻ മാധ്യമങ്ങളിലാണ്. ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്ന് കഥ പറയുകയാണ്. ഓൺലൈൻകാർക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ. കാരണം ഓൺലൈന് വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ചാനൽ പോപ്പുലറൈസ് ചെയ്യുക എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. കാരണം എല്ലാവരും കാണും ഈ ചാനലുകൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള കഥകൾ ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ തയ്യാറാകുമ്പോൾ താൻ ഏതോ വലിയ രീതിയിലുള്ള ഝാൻസി റാണി, സിനിമയിലെ ഝാൻസി റാണിയാണ് താൻ, ഈ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പേരുമൊക്കെ പറഞ്ഞ് അത് ആ വരുന്നത് കാണണം. വളരെ അവരുടെ അറ്റേറടക്കം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും തന്നോട് ദുരുപയോഗം ചെയ്തു, പലരും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നും നിരവധി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയാൻ വരുമ്പോ വളരെ രസകരമായി സെറ്റ് സാരിയൊക്കെ ഉടുത്ത് വട്ടത്തിൽ പൂവൊക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന ആ കോലം കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും ഇവരെന്തിനാണ് ഈ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം വരും. അതിനുശേഷം അവരുടെ വർത്തമാനം
ഓരോ പ്രാവശ്യം ഒരു ദുരനുഭവം ഉണ്ടായി, നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായി, വീണ്ടും 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 അയാളുടെ അടുത്ത് പോയി താൻ പല കാഴ്ചകൾ കണ്ടു, തന്നോട് മോശമായി പെരുമാറി, തന്നോട് പല രീതിയിൽ ഇടപെട്ടു. അപ്പോഴും തനിക്ക് കുട്ടികളെ വളർത്താൻ വേറെ ജോലിയൊന്നും പറയില്ല. ഈ കിട്ടുന്ന ചെറിയ വരുമാനം നമുക്കറിയാമല്ലോ, ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ എത്ര രൂപയാണ് ഒരു സിനിമയിൽ നിന്ന് കിട്ടുക. അപ്പൊ ആ സിനിമയിൽ നിന്ന് കിട്ടുന്നതിനപ്പോ ഒരു മാസത്തെ ശമ്പളം പോലും ഒരുപക്ഷെ ഒരു സിനിമയിൽ നിന്ന് കിട്ടില്ല. ഒരു മാസം നമ്മൾ ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്ന 10,000-15,000 20,000 രൂപ പോലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു സിനിമയിൽ നിന്ന് കിട്ടില്ല. പിന്നെ എന്തിനാണ് മക്കളെ വളർത്താൻ സിനിമയിൽ മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറയുന്നു അവർ ലോങ് ജമ്പിന്റെ താരമായിരുന്നു, ഏത് സ്പോർട്സ് താരമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നു എന്റെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സിനിമയിലൊക്കെ മിണ്ടാതിരുന്നു. അതിനുശേഷം അവർ തന്നെ പറയുന്ന കലാഭവൻ മണിയുടെ അടുത്തേക്ക് പോയ കഥ പറയുന്നു. അവിടെ പാടിയിലേക്ക് ഒറ്റയ്ക്ക് അന്നും വണ്ടിയുണ്ട്, സ്വന്തമായി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീ അവിടെ ചെല്ലുന്നു. കലാഭവൻ മണി തന്നെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നു, സംസാരിക്കുന്നു, താൻ അവിടെ നിന്ന് പറ്റില്ല എന്ന് പറയുന്നു. അവരെല്ലായിടത്തും വളരെ മാന്യതയുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവർക്കെതിരെ ഇവരുടെ അമ്മയുടെ സഹോദരിയുടെ മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർ തന്നെയാണ്, ഇവിടെ ഫസ്റ്റ് കസിനാണ്. അപ്പൊ അമ്മയുടെ സഹോദരിയുടെ മകൾ വന്ന് പറയുന്നു തന്നെ സിനിമയിൽ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്ന്, ഇവർ ഒരു വലിയ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ പെൺകുട്ടിയെ പിറ്റേ ദിവസം രാവിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചതിനെതിരെ പറയുന്ന ഒരു സ്ത്രീ നമുക്കതിനൊരു ആരോപണമായി വന്നു എന്നിരിക്കട്ടെ. ആ ആരോപണം ശരിയോ തെറ്റോ എന്ന് കോടതിയിൽ തെളിയിക്കേണ്ടതിന് പകരം ആ പെൺകുട്ടിയുടെ മുഖമടക്കം, അത് പോക്സോ കേസാണ്, ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത സമയത്ത് നടന്നൊരു സംഭവം, പോക്സോ കേസാണ്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മുഖമടക്കം, അവരുടെ അമ്മയടക്കം, അവരുടെ കുട്ടിയുടെ പിതൃത്വമടക്കം ചോദ്യം ചെയ്തുകൊണ്ട് അവർ സ്കൂളിൽ പോയപ്പോൾ മദ്യം കൊണ്ടുപോയി എന്നും 9ാം ക്ലാസ്സിൽ വെച്ച് മദ്യം കൊണ്ടുപോയതിന് പുറത്താക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് തികച്ചും വ്യാജമായ ഒരു വിവരം. ആ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വിവരമേ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തുപോയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വിവാഹം കഴിച്ചുണ്ടായ കുട്ടിയാണെന്നാണ് ഇവർ പറയുന്നത്. വിവാഹം കഴിക്കാതെ അവിവാഹിതയായ സ്ത്രീക്കുണ്ടായ കുട്ടിയാണെന്നാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ ആ ഇരയെ ഏതൊക്കെ തരത്തിൽ ആക്ഷേപിക്കാമോ ആ തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവർ പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുത്ത് ബാലേന്ദ്ര മേനോനെതിരെ കുറെ പറയുന്നു, മോഹൻലാലിനെതിരെ പറയുന്നു, മമ്മൂട്ടിക്ക് സൂപ്പർ സ്റ്റാർ പേര് പറഞ്ഞില്ലെങ്കിലും മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവരുടെ കാര്യമൊക്കെ ആങ്കർ ചോദിക്കുമ്പോൾ അവരെല്ലാം ജയിലിലാകുന്ന സ്ഥിതിയുണ്ട്. ഏതാണ്ട് 50 പേരിലേറെ പല സ്ഥലത്തു നിന്നും, അതായത് ചെന്നൈയിൽ നിന്നൊക്കെ വന്ന് അഭിനയിച്ച സപ്പോർട്ടിംഗ് നടിമാരും ഡാൻസുകാരുമായിട്ടുള്ള നിരവധി പേർ അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നു. ഇവരെല്ലാം ഇവരുമായി സമ്പർക്കത്തിലുണ്ട്. ഉടൻ തന്നെ അവരെ പത്രസമ്മേളനത്തിന് കൊണ്ടുവരുമെന്ന് പറയുന്നു. അത് മാത്രമല്ല, അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ പറയുന്ന ഒരു അഭിഭാഷകൻ ഇവരെ എല്ലാം മറ്റു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ അഭിഭാഷകനും ഇവർക്കും എന്തോ താല്പര്യം ഇതിന്റെ പിറകിലുണ്ട് എന്ന് തന്നെയാണ്. ആ അഭിഭാഷകന്റെ പേര് പറയുന്നുണ്ട്. ആ അഭിഭാഷകന്റെ പേര് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അഭിഭാഷകൻ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരു അഭിഭാഷകൻ, ഒരു സിനിമാ സംവിധായകനാണ്, കൊലക്കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ്. അത്തരം ഒരാളെ വെച്ചുകൊണ്ട് ഇവർ, അത് മാത്രമല്ല അവരതിൽ പറയുന്നുണ്ട്, എനിക്ക് കേരളത്തിലെ, കർണാടകത്തിലെ, തമിഴ്നാട്ടിലെ എല്ലാ നിരവധി അഭിഭാഷക സംഘം എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോ ബാലചന്ദ്ര മേനോനോ അല്ലെങ്കിൽ സിനിമാ നടന്മാരോ ഒന്നും പരിശുദ്ധരാണെന്ന് അവകാശവാദമൊന്നും എനിക്കില്ല. അവരൊക്കെ ചിലപ്പോൾ ഈ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. പല നടിമാർക്കും നടന്മാരുമായും ഒക്കെ ബന്ധമുണ്ടാകും. അത്തരത്തിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ 90% ആൾക്കാരും അങ്ങനെയുള്ളവരാണ്. നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്ന കഥകളിൽ തന്നെ ഇതുണ്ട്, നമുക്കറിയാം. സത്യം പറഞ്ഞാൽ സിനിമക്കാരാണെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സിനിമക്കാരാണെന്ന് കേട്ടാൽ തന്നെ ഒരു കയ്യകലം പാലിക്കും എല്ലാവരും. കാരണം നമുക്കറിയാം ഇവർ സ്ത്രീകളെ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പല കഥകളിൽ നിന്നും പണ്ടുകാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെയൊക്കെ ആ മനസ്സിൽ പോലും അത് തറച്ചു പോയതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമയിൽ വേഷം തേടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം സഹിക്കുകയും അതെല്ലാം താൻ കണ്ടു, അതിനെല്ലാം സാക്ഷിയായിരുന്നു, താൻ അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു. ആദ്യഘട്ടത്തിൽ എന്താണ് ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറഞ്ഞത്, ബാലചന്ദ്ര മേനോനാണ് മറ്റുള്ളവരെ മണിയമ്പിള്ള രാജുവിനെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാ കഥകളും മാറ്റി ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറയുന്നത്. ബാലചന്ദ്ര മേനോൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നോ സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഉണ്ടായിരിക്കാം, അഥവാ അത്തരത്തിലുള്ള പല നടന്മാരും ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്റൻഷൻ, അതായത് ഈ നടിയുടെ ഇന്റൻഷൻ ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ നടിക്ക് സ്ത്രീകളെ സംരക്ഷിക്കുക, അല്ലെ സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അമർച്ച ചെയ്യുക എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ അന്വേഷണ സംഘവുമായി നേരിട്ട് ബന്ധമുണ്ടല്ലോ. ഈ അന്വേഷണ സംഘം അവരുടെ മൊഴിയെടുത്തതാണല്ലോ. ആ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലേക്ക് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുവരാത്തത്? എന്തുകൊണ്ടാണ് ഈ കോടതിയിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ വേണ്ട ഈ നടിമാരെ എല്ലാം കോടതിയിൽ ഹാജരാക്കി എന്തുകൊണ്ടാണ് മൊഴിയെടുക്കാത്തത്?
അവർ പറയുന്ന കഥ ഏതോ ഒരു സിനിമയിലെ ഏറ്റവും വലിയ നടൻ, അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആയ നടൻ ഒരു പെൺകുട്ടിയെ ഒരു DGPയുടെ മകളെങ്ങാണ്ടാണെന്ന് പറയുന്നു, 3 ദിവസം പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കഥ പറയുന്നത്. ഒരു DGPയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലായാലും ഒരു പെൺകുട്ടി ചെന്നാൽ ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കയറി പിടിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ അച്ഛനെങ്കിലും ഭയക്കില്ലേ? അച്ഛൻ DGP ആണെന്നെങ്കിലും ഒരു ചിന്തയില്ലാതെ പോകുമോ ഈ സിനിമക്കാർക്ക്? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ സിനിമക്കാർ? ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ, ഒരാൾ മിസ്ബിഹേവ് ചെയ്താൽ, ഈ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ മിസ്ബിഹേവ് ചെയ്താൽ ആ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞുകൂടെ? അപ്പൊ ഈ പറയുന്നതിലൊക്കെ എത്രമാത്രം ശരിയുണ്ട്? ഇവർ പറയുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിലൊക്കെ അപ്പുറം, ഇവരുടെ ശരി തെറ്റുകളെക്കാൾ അപ്പുറം ഞാൻ ചോദ്യം ചെയ്ത ഇവരുടെ ഇന്റൻഷനെയാണ്. എന്താണ് ഇവരുടെ ഇന്റൻഷൻ? ഇവരെന്തിനാണ് ഈ ഒരു അഭിഭാഷകന്റെ പേര് പറയുന്നു, അഭിഭാഷകൻ ഈ പെൺകുട്ടികളെ കസ്റ്റഡിയിലാണ്, അവിടേക്ക് മാറ്റിയിരിക്കുന്നു, ഉടൻ തന്നെ വാർത്താ സമ്മേളനം നടത്തും എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അതിലൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇത് ശുദ്ധമായ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇത് ബ്ലാക്ക് മെയിലിംഗിനുള്ള ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ നടിക്കെതിരെ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം അനങ്ങാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഈ നടിക്കെതിരെ അന്വേഷണ സംഘം കേസെടുക്കണ്ടേ? പോക്സോ കേസിൽ അകപ്പെട്ട ഒരു ഇരയുടെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തിയില്ലേ? അത് എന്തു തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമോ ഇനി എന്തു തന്നെ ആയിക്കോട്ടെ, ആ പ്രശ്നം, ആ കേസ് നടന്ന് പുറത്തു വരുന്നിടം വരെ അവർ പോക്സോ കേസിൽ ആരോപണ വിധിയായ സ്ത്രീയല്ലേ ഈ സ്ത്രീ? ആ സ്ത്രീ അങ്ങനെ പറയാൻ പാടുണ്ടോ? പോക്സോ കേസിലെ ഇരയായ ഒരു പെൺകുട്ടിയെ പൊതുജന സമൂഹത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പിന്നിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഈ സ്ത്രീ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മുൻകൂർ ജാമ്യം തേടി പോയിരിക്കുകയാണെന്നേ കോടതിയിലേക്ക്. അങ്ങനെ മുൻകൂർ ജാമ്യം തേടി പോയിരിക്കുന്ന ഒരു സ്ത്രീ ഇനി കോടതിയിലേക്ക് പോലീസ് പോകുമ്പോൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതിനും ഈ പെൺകുട്ടിയുടെ ചിത്രമടക്കം പങ്കുവച്ചതിനും ഒക്കെ കൃത്യമായി തന്നെ പോലീസ് ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് തന്നെ പറയണം. അപ്പൊ ഇവിടെ എന്തൊക്കെയോ തരത്തിലുള്ള തിരിമറികൾ നടത്താനുള്ള ഒരു സംവിധാനം ഇവർ ഒരുക്കുന്നു. നമുക്കറിയാം, ഇപ്പോ തന്നെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏത് ആരോപണത്തിലാണ്? ആകെ ഇപ്പോ സിദ്ദിഖിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു കൃത്യമായ തെളിവുകളെങ്കിലും ഉണ്ടാകുന്ന നമുക്ക് പോലീസിനും അന്വേഷണ സംഘത്തിനും ഒക്കെ സ്ഥാപിക്കാനെങ്കിലും കഴിഞ്ഞിട്ടുള്ളത്. അവിടെയും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കേസുകളിലൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളിൽ എപ്പോഴും കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം വന്ന് പറയുമ്പോൾ തെളിവുകൾ ശേഖരിക്കാനൊക്കെ പോലീസിന് കഴിയില്ല. അത്തരത്തിൽ പോലീസിന് ആ തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അത്തരത്തിൽ തെളിവുകൾ ശേഖരിച്ച് CCTV ദൃശ്യം പോലും കിട്ടാനുള്ള സാധ്യതകൾ ഇത്തരം കാര്യങ്ങളിൽ കുറവാണ്. കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളയുകയുണ്ട്. 1, 2 വർഷമൊക്കെ സാധാരണ എല്ലാവരും കീപ്പ് ചെയ്യുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഇവർ ഇത്തരത്തിലുള്ള രേഖകളൊക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരുന്നത്? അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി ആരാണ് വന്നിട്ടുള്ള പരാതിക്കാരൊക്കെ ജെനുവിനാണോ, ഏത് തരത്തിലുള്ള പരാതിയാണ് ഉന്നയിച്ചത് നമുക്ക് പൊതുസമൂഹത്തിന് അറിയാവുന്നതല്ലേ. യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ മൊത്തം നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ സിനിമ ഇൻഡസ്ട്രിയുടെ തകർച്ചയും ചില വ്യക്തികളുടെ തകർച്ചയും പൂർണ്ണമായും ഇത്തരത്തിലുള്ള ചില ആൾക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളുമായി ഇവർ വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഈ ഘട്ടത്തിൽ തരമൂ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്തെങ്കിലും പ്രശ്നം സ്ത്രീകൾക്കുണ്ടായാൽ നമ്മളൊക്കെ കയറി പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇത് 3 പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു കട്ടറിയിൽ കിടക്കുന്ന അയാളുടെ കൂടെ കണ്ടിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ പോയി പിന്നെയും വിളിച്ചപ്പോ വന്നു, പിന്നെയും വിളിച്ചിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ കൂടി ചോദ്യം ചെയ്യപ്പെടുവന്നേ. അവിടെയാണ് ഈ പ്രശ്നം.